വേനൽക്കിനാവിന്റെ ചെത്തിൽ അയ്യോ ഹായ് ഹലോ PG എന്നോട് പറഞ്ഞേ എടേ എന്തെങ്കിലും ഒരു വീഡിയോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇടടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പാട്ട് പാടാൻ മതിയോ ചോദിച്ചു. അപ്പൊ നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയോ? എനിക്ക് പാട്ട് പാടാൻ അറിയില്ല സത്യത്തില്. എന്റെ പാട്ടിന്റെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോ തന്നെ ആദ്യത്തെ കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമ്മുടെ മൈൻഡില് ഫസ്റ്റ് വരുന്ന കാര്യം, ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോവാ, ഞാനിപ്പോ ഒരു കാറ് മേടിക്കാൻ പോവാണ്. ആ കാറ് മേടിക്കാൻ പോവാന്ന് അപ്പൊ മൈൻഡിൽ ആദ്യം വരുന്നത് നമുക്കൊരു കാറ് മേടിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു, ആ ശരി കാറ് മേടിക്കാം. സെക്കൻഡ് തിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ഉണ്ടാവുക, ആ കാര്യം നടക്കില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കരുത്. അതിനു വേണ്ടി ഒന്നാമത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അപ്പൊ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് മൂന്നാമതൊരാളുടെ വാക്ക് കേൾക്കേണ്ടി വരും, നാലാമതൊരാളുടെ വാക്ക് കേൾക്കേണ്ടി വരും. അവര് ഡിഫറെന്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയാം. അപ്പൊ നമ്മുടെ ചിന്തകളൊക്കെ മാറി കാർ മേടിച്ചു കഴിഞ്ഞാല് EMI അടയ്ക്കണം, അല്ലെങ്കിൽ റെഡി ക്യാഷ് ഇല്ലാത്തോണ്ടാണ് പറയണത്. EMI അടയ്ക്കണം, അതിങ്ങനെ വർഷങ്ങൾ കൂടി കൂടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെയോ. പക്ഷെ ഒരു കാറ് മേടിക്കണം എന്നുള്ള ചിന്തയാണെങ്കിൽ അതപ്പൊ തന്നെ നമ്മള് റെഡിയാക്കണം. അല്ലെങ്കിൽ മൂന്നാമത് ചിന്തിച്ച് നാലാമത് ചിന്തിച്ചിരിക്കുമ്പോ ആ കാര്യം നടക്കില്ല. കുറെ ബുദ്ധിമുട്ടുകളായിരിക്കും പിന്നെ വരുന്നത്. പിന്നെ നമ്മൾ ആ കാറ് മേടിക്കില്ല. പക്ഷെ ആ കാറ് മേടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അതിന്റെ EMI അടയ്ക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമുക്ക് എന്തായി, ആദ്യത്തെ ചിന്തയിൽ തന്നെ നമുക്കൊരു കാറ് കിട്ടി. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, എക്സാമിന് പഠിക്കുകയാണെങ്കിൽ പോലും പിന്നീട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പൊ തന്നെ പഠിക്കാം എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരാണെങ്കിൽ എക്സാം ഒക്കെ വരുമ്പോ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് എന്താണോ വരുന്നത് ആ കാര്യം അപ്പൊ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.